Hope you are all enjoyed this Rotary year in a special way. And today we have an eminent film director as our chief guest, Mr. Sohan Roy, with us to grace this auspicious occasion in spite of his hectic schedule. I thank and admire him for the effort he has taken to present in this meeting. Secondly, I thank the sponsors of this meeting. And I conclude my words with a short message to you. It is good to have money, but it is too good to check up once in a while and make sure that you have in those things that money can't buy. Thank you. President, Secretary, Chief Guest Sohan Roy, Churdu. ഇന്നത്തെ ഈ സായാഹ്നത്തിലെ നമ്മുടെ മുഖ്യാതിഥി സോഹൻ റോയിയെ നിങ്ങൾക്ക് മുമ്പാകെ പരിചയപ്പെടുത്തുക എന്ന ഡ്യൂട്ടിയാണ് എനിക്കുള്ളത്. സോഹൻ റോയിയുടെ ജന്മസ്ഥലം പുനലൂരാണ്. സ്കൂൾ വിദ്യാഭ്യാസവും പ്രീ ഡിഗ്രി വരെയുള്ള പഠനവും പുനലൂർ തന്നെയായിരുന്നു. അതിനുശേഷം ഗവൺമെന്റ് ലോ കോളേജിൽ ഒരു 6 മാസം പഠനം നടത്തുകയുണ്ടായിരുന്നു. ആ സമയത്ത് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ഷിപ്പ് ടെക്നോളജിയിൽ അഡ്മിഷൻ കിട്ടി. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ പഠനം പൂർത്തീകരിച്ച് ലാസ്റ്റ് സെമസ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സംവിധായകൻ കമലിന്റെ അസിസ്റ്റന്റായിട്ട് വിഷ്ണുലോകം എന്ന് പറയുന്ന സിനിമയിൽ ഇന്നത്തെ സൂപ്പർ സ്റ്റാർ ദിലീപും സോഹൻ റോയും കൂടി അതിൽ അസോസിയേറ്റ് ഡയറക്ടേഴ്സായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായി. അന്ന് മുതലേ സിനിമ ഒരു പാഷനായിട്ട് കൊണ്ടു നടക്കുന്ന സോഹൻ റോയ് അതിനുശേഷം ഷിപ്പില് 5th എഞ്ചിനീയറായിട്ട് ജോയിൻ ചെയ്തു. MT സക്കീർ ഹുസൈൻ എന്നായിരുന്നു ആ ഷിപ്പിന്റെ പേരെന്നാണ് എന്റെ ഓർമ്മ. അതിലെ സേവനം അനുഷ്ഠിച്ചു വരുമ്പോൾ ഗുജറാത്ത് ഹൈസീസിൽ വെച്ച് MT സക്കീർ ഹുസൈന് തീപിടിക്കുകയുണ്ടായി. ചീഫ് എഞ്ചിനീയറും സെക്കൻഡ് എഞ്ചിനീയറും അടക്കമുള്ള ആളുകൾ ആ തീപിടുത്തത്തിൽ മരിച്ചു. അതിൽ നിന്ന് അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ട് തിരിച്ചു വന്ന സോഹൻ പിന്നീട് ദുബായിൽ മറൈൻ സർവേ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ജോലിയിൽ പ്രവേശിച്ചു. വളരെ പെട്ടെന്ന് തന്നെ അതുപോലെ തന്നെ ഒരു ബിസിനസ് അവിടെ സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം ഇന്നത്തെ ലോകത്ത് മറൈൻ പീപ്പിളിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ചാനൽ മറൈൻ ബിസ് TV എന്ന പേരിൽ ഒരു ചാനൽ സ്വന്തമായിട്ട് നടത്തുന്നുണ്ട്. അന്നും സിനിമ മനസ്സിൽ നിന്നും വിട്ടുമാറാത്ത സോഹൻ വളരെ വർഷങ്ങളുടെ പ്രിപ്പറേഷനിലാണ് ഡാം 999 ചെയ്തത്. അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളും കോലാഹലങ്ങളും ഇന്നും കെട്ടടങ്ങിയിട്ടില്ല. സോഹന്റെ അടുത്ത ചിത്രം നിർമ്മിക്കുന്നു. അത് സംവിധാനം ചെയ്യുന്ന രൂപേഷ് പോളാണ്. സെയിന്റ് ഡ്രാക്കുള എന്ന പേരിൽ. സോഹന്റെ 3ാമത്തെ സിനിമ സൊമാലിയൻ പൈററ്റ്സ്, അതിന്റെ വർക്ക് നടക്കുന്നുണ്ട്. സോഹന്റെ ഭാര്യ അഭിനി, 2 പെൺകുട്ടികൾ +1 പഠിക്കുന്നു. താങ്ക് യു. Now I invite our chief guest, Mr. Sohan Roy, for a valuable words. ആദ്യമായി ഇതുപോലെ എന്നെ ഇവിടെ ക്ഷണിക്കുവാനും നല്ല 2 വാക്കുകൾ പറഞ്ഞ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രീകൃഷ്ണ കാണിച്ച നല്ല മനസ്സിനും നന്ദി. ആക്ച്വലി ഞാൻ ഒരുപാട് ഫംഗ്ഷൻസ് ഡാം 999 ശേഷം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ഈ ഒരു ചടങ്ങിന് ഒരുപാട് സ്വീറ്റ്നെസ് ഉണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, എൻ്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ടാണ് കൃഷ്ണൻ, പിന്നെ ശ്രീ തങ്കച്ചനുണ്ട്. എന്നെ ഈ സിനിമാ മേഖലയിലേക്ക് ആക്ച്വലി ഞാൻ ഒരു സിനിമ എനിക്ക് ഒരു സ്വപ്നമായിട്ട് മാത്രം നിന്നിരുന്ന അവസരത്തിൽ എങ്ങനെ അതിലേക്ക് എത്തപ്പെടണം എന്ന് അറിയാതിരിക്കുന്ന സമയത്ത് മനസ്സിനൊരു കോൺഫിഡൻസ് തരികയും അതിലേക്ക് എത്തുവാനായി ഒരു വഴി തുറക്കുവാനും ശ്രമിച്ച വ്യക്തിയാണ് ശ്രീകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ സുഹൃത്തായ ശ്രീ ജയറാം അവർ ഒരുമിച്ച് കാലിക്കറ്റ് കോളേജിൽ പഠിച്ചതാണ്. ജയറാം ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് ശ്രീ കമലിന്റെ തന്നെ മറ്റൊരു സിനിമയായ പൂക്കാലം വരകായന്റെ ഷൂട്ടിംഗ് അവിടെ വരുമ്പോഴാണ് ഒരു ദിവസം ഞങ്ങൾ ഒരുമിച്ച് പോയി ജയറാമിനെ കാണുന്ന സമയത്താണ് ആദ്യമായിട്ട് എനിക്ക് വേണ്ടി ഒരാൾ റെക്കമെൻഡേഷൻ നടത്തുന്നത്. ശ്രീകൃഷ്ണകുമാർ കമലിനെ ഒന്ന് പരിചയപ്പെടുത്തുന്നു. ഇങ്ങനൊരു ആഗ്രഹമായി ഞാൻ നടക്കുകയാണ്.
അപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഇതിനു വേണ്ടി പോകുന്നത്. പക്ഷേ അതിനൊരു പ്രോത്സാഹനമായിട്ട് അന്ന് കണ്ട് എന്നെ പ്രോത്സാഹിപ്പിച്ച ഏക വ്യക്തി കൃഷ്ണകുമാർ. അതുകൊണ്ട് തന്നെ വർഷങ്ങൾക്ക് ശേഷം 22 വർഷത്തിന് മുമ്പാണ് സംഭവമാണത്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അത് യാഥാർത്ഥ്യമായി കഴിയുമ്പോൾ അന്ന് ആ നല്ല മനസ്സ് കാണിച്ച ഒരു സുഹൃത്ത് വിളിച്ച് വരുന്ന അദ്ദേഹത്തിൻ്റെ ഈ ഒരു അസോസിയേഷനിൽ വെച്ചിട്ട് പങ്കെടുക്കുവാൻ സാധിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതെൻ്റെ കടമയായിട്ട് തന്നെ ഞാൻ കാണുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ വന്നത്. ഏത് കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു കലാസൃഷ്ടി സൃഷ്ടിക്കുമ്പോൾ അവർ ഏറ്റവും സിമ്പിളായിട്ട് ആഗ്രഹിക്കുന്നത് അത് പ്രദർശിപ്പിക്കുന്ന സ്ഥലത്ത് നിന്നുണ്ടാകുന്ന ഒരു അംഗീകാരം. അത് പിന്നീടുള്ള അച്ചീവ്മെന്റ്സ് ആ ഒരു യാത്രയിൽ കിട്ടുന്നത് അത് പിന്നീട് എവിടെയൊക്കെ ചലനങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളതാണ്. ആ ചലനം ആ പ്രദർശനശാലയിൽ തുടങ്ങുന്നു. അത് ഏത് മേഖലയിലാണെങ്കിലും ഏത് കലാസൃഷ്ടിയാണെങ്കിലും പ്രദർശിപ്പിക്കുന്ന സ്ഥലത്ത് നിന്ന് അതിൽ ഒരു കയ്യടിയോടുകൂടി കിട്ടുന്ന ഒരു ചെറിയ ചലനമായിരിക്കും ആ ചലനം തുടങ്ങുന്നത്. പിന്നീട് ആ ചലനം മാറി അതൊരു സമൂഹത്തിനെ ചലിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് ആ കലാസൃഷ്ടി കൊണ്ട് എന്തെങ്കിലും നേടി എന്ന് നമുക്ക് ശരിക്കും പറയുവാൻ സാധിക്കും. ആ ഒരു രീതിയിൽ വളരെ നമ്മൾ ഒരുപാട് എന്റർടൈൻമെന്റ്സ് ആസ്പദമായിട്ടുള്ള കലാസൃഷ്ടികൾ കാണുമ്പോഴും പലപ്പോഴും ആ കലാസൃഷ്ടി കലാപരമായി പലപ്പോഴും വിജയിക്കുമെങ്കിലും അതിനപ്പുറം ഒരു സോഷ്യൽ കോസിന് വേണ്ടി ഉള്ള ഒരു ലക്ഷ്യത്തിൽ നിന്നത് വ്യതിചലിച്ചു പോകാറുണ്ട്. നിങ്ങൾ സിനിമകൾ തന്നെ എടുത്താൽ ഒരുപാട് സിനിമകൾ വിജയിക്കാറുണ്ട്. പക്ഷെ സമൂഹത്തിൽ ചലനം സൃഷ്ടിച്ച സിനിമകൾ വളരെ വിരളമാണ്. അതിൽ ഏറ്റവും എനിക്ക് വളരെ ചുരുക്കി പറയാവുന്ന ചില പേരുകളൊന്നാണ് ക്ലാസ്മേറ്റ്സ് എന്ന് പറയുന്നൊരു സിനിമ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരു എന്റർടൈൻമെന്റ് മൂവിയാണ്. പക്ഷെ അതിലപ്പുറം അത് ഒരു നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ചലനങ്ങൾ പിന്നെ സൃഷ്ടിച്ചു. ഒരുപക്ഷെ എത്രയോ ഞാനടക്കം ഞങ്ങളുടെ തന്നെ ക്ലാസ്മേറ്റ്സ് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്നത് ആ ഒരു സിനിമ നൽകിയൊരു മെസ്സേജിലൂടെയാണ്. അങ്ങനെ മെസ്സേജുമായി വരുന്ന ചിത്രങ്ങൾ വളരെ കുറഞ്ഞു വരുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഞാൻ വർഷങ്ങൾക്ക് ശേഷം ഒരു സിനിമ എടുത്തപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യമായിട്ട് വന്നത് ഞാൻ എടുക്കുന്ന ഒരു ചിത്രം ഞാൻ എന്തിനീ സിനിമ എടുക്കണം, എനിക്കൊരു മറ്റൊരു തൊഴിലുണ്ട്, ആ മേഖലയിൽ ഞാൻ തുടർന്നാൽ പോരെ, ഞാൻ എന്തിനു തിരിച്ചു വന്നിട്ട് ഒരു സിനിമ എടുക്കണം. ഇവിടെ പൂർണ്ണമായും സിനിമാ മേഖലയിലേക്ക് കാലൂന്നി നിൽക്കുന്ന എത്രയോ പേരുണ്ട്. അവരുടെ ഇടയിലേക്ക് ഞാൻ വരുമ്പോൾ അതിനൊരു പർപ്പസ് ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ഞാൻ വന്നൊരു സിനിമ ചെയ്യുന്നതിൽ അർത്ഥമുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു എന്റർടൈൻമെന്റ് മൂവി എന്നതിലും അപ്പുറം ഒരു ഇൻഫർടൈൻമെന്റ് മൂവി എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ പ്രോജക്റ്റിനെ കണ്ടത്. ഇതിൽ ഓരോ ഫ്രെയിമും ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഫ്രെയിമുകൾ ചേർന്നിട്ടാണ് ഒരു സിനിമയായി മാറുന്നത്. ആ ഫ്രെയിമുകൾ കുറച്ച് ചേർന്നിട്ട് അതൊരു ഷോട്ടായി മാറും, ഷോട്ടുകൾ ചേർന്ന് ഒരു സീനായി മാറും, ആ സീനുകൾ ചേർന്ന് സീക്വൻസായി മാറും, ഒടുവിൽ അത് ഒരു പൂർണ്ണ കഥയിലുള്ള സിനിമയാണ്. അപ്പോൾ ഇതിലെ ഓരോ ഫ്രെയിമും എൻ്റെ മുന്നിൽ ഏതാണ്ട് 1800 ഷോട്ടുകളാണ് ഈ സിനിമയിൽ ഉണ്ടായിരുന്നത്. ഈ ഷോട്ടുകൾ മുഴുവൻ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുക. സിനിമ വിട്ടുപോകുമ്പോൾ അത് ആ സിനിമ ശാലയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതോടൊപ്പം ആ സിനിമ മറക്കരുത്. അത് നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ, അത് എഡ്യൂക്കേറ്റീവ് ആയിരിക്കാം, ഇൻഫർമേറ്റീവ് ആയിരിക്കാം, ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരം ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുത്തത്. അത് വളരെയധികം പ്രിപ്പറേഷനോട് കൂടി ഒരുപാട് പഠനങ്ങൾക്ക് ശേഷമാണ് ഈ സബ്ജക്റ്റ് തന്നെ മതി എന്ന് തീരുമാനിച്ചത്. എനിക്കറിയില്ല നിങ്ങൾ ഈ ഒരു ചിത്രത്തിനെ ഏത് ആംഗിളിലൂടെയാണ് നിങ്ങൾ കണ്ടതെന്ന് അറിയില്ല. സിനിമയ്ക്ക് ആക്ച്വലി 9 ആംഗിളുകളിലാണ് ചെയ്തിരിക്കുന്നത്. അത് ഓരോരുത്തരും ഓരോ ആംഗിളിലായിരിക്കും കണ്ടിട്ടുണ്ടാവുക. നിങ്ങളിൽ പലരും ചർച്ചാ വിഷയമായത് മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലരും അതൊരു ഡാം ബേസ്ഡ് മൂവിയായിട്ട് മാത്രമായിരിക്കും കണ്ടിട്ടുണ്ടാവുക. പക്ഷെ അതേസമയം ആയുർവേദക്കാർ പോയി ഇത് കാണുമ്പോൾ ഇതൊരു ആയുർവേദ ബേസ്ഡ് മൂവിയായിട്ടായിരിക്കും തോന്നുന്നത്. പ്രണയത്തിന്റെ ആംഗിൾ നോക്കി കഴിഞ്ഞാൽ പ്രണയം ഒരു ലവ് സ്റ്റോറിയാണ്. മെറൈനേഴ്സിന്റെ ആംഗിൾസ് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കപ്പലുകളെ കുറിച്ചും അതിൽ വർക്ക് ചെയ്യുന്നവരെ കുറിച്ചും പറഞ്ഞൊരു കഥ. അങ്ങനെ ഒരു ഡിഫറെന്റ് ഒരു
പെർസ്പെക്റ്റീവിൽ നമുക്ക് കാണാവുന്നൊരു ചിത്രം. പക്ഷേ ആത്യന്തികമായിട്ട് ഇതിന് ചില മെസ്സേജസ് കൺവേ ചെയ്യുന്നില്ല. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് ഞങ്ങൾ പറയാൻ ശ്രമിച്ചത് ഡാമുകൾ ഉണ്ടാക്കുന്ന ഭീഷണി എത്രമാത്രം നമ്മുടെ മുന്നിൽ ഡാമുകൾ ഒരു ചോദ്യചിഹ്നമായി നിൽക്കാം എന്നതാണ്. നമുക്കറിയാം ലോകത്തിൽ ഒരുപാട് തരം മാഫിയാസ് ഉണ്ട്. നമ്മൾ പലതരം മാഫിയകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഡ്രഗ്സ് മാഫിയ, മെഡിസിൻ മാഫിയ, അങ്ങനെ ഏത് മേഖലയിൽ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഭൂമാഫിയ, അങ്ങനെ ഒരുപാട് മാഫിയകളുണ്ട്. ഈ മാഫിയ എന്ന് പറയുന്ന വാക്ക് ആക്ച്വലി ഇറ്റലിയിൽ നിന്ന് കണ്ടെത്തിയ ഒരു വാക്കെന്നാണ് അനുമാനിക്കുന്നത്. അവിടെയാണ് ഈ മാഫിയകളിലേക്ക് എത്തിയത്. എവിടെയൊക്കെ ഒരുപാട് പ്രോഫിറ്റ് കടന്നു വരുന്നു അവിടെയൊക്കെ മാഫിയ ഫോർമേഷൻ ഉണ്ടാകും. പക്ഷെ ഈ മാഫിയ എന്ന ഒരു വ്യക്തിയാണോ പ്രസ്ഥാനമാണോ എങ്ങനെയാണെന്നൊന്നും ആർക്കും നിങ്ങൾക്ക് നേരിട്ട് പോയി കഴിഞ്ഞാൽ കാണില്ല. അത് അവരുടെ പ്രസൻസ് അവിടെ ഉണ്ടാകും. അവരായിരിക്കും ആ ഒരു സിസ്റ്റം മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ 10 മാഫിയകളിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആരും അറിയാത്തൊരു മാഫിയ ഇതിന് പിന്നിലുണ്ട്. അതാണ് ഡാം മാഫിയ എന്ന് പറയുന്നത്. നിങ്ങളാരും ഒരുപക്ഷെ ഇത് ആദ്യത്തെ ഇൻഫർമേഷൻ ആയിരിക്കും. ഞാൻ ഇതിനെക്കുറിച്ച് ഒരുപാട് പഠനം നടത്തിയപ്പോഴാണ് കിട്ടിയ ഒരു കാര്യമാണ്. ലോകത്തിൽ ഏതാണ്ട് വലിയ ഡാമുകൾ എടുത്തു കഴിഞ്ഞാൽ അതായത് 47,000-ഓളം ഡാമുകളുണ്ട്. ചെറിയ ഡാമുകളുടെ എണ്ണം കൂട്ടുണ്ട്. അതായത് 3 ലക്ഷത്തിലേറെ ഡാമുകളുണ്ട്. ചെറിയ ഡാമുകൾ, ചെക്ക് ഡാംസ് ഒക്കെ വേറെ ഉണ്ട്. പക്ഷേ ഈ വലിയ ഡാമുകൾ 47,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ചെറിയ ഡാമാണ് മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത്. നമ്മൾക്കറിയാവുന്ന ഒരു ഇഷ്യൂ മുല്ലപ്പെരിയാർ മാത്രമാണ്. ആ ഒരു ചെറിയ ഡാമായ മുല്ലപ്പെരിയാറിൽ പോലും നമുക്കറിയാം 1000 കോടിയോളം രൂപയാണ് ഒരു വർഷം ഒരു ഡാം നിന്ന് ലഭിക്കുന്നത്. അത് ജലത്തിലൂടെയാകാം, ജലം ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതിയിലൂടെയാകാം, പല രീതിയിൽ അതിനുള്ള വരുമാനമുണ്ട്. ഏതൊരു ബിസിനസ്സിലും നമുക്കറിയാം 10% മുതൽ 20% വരെ അതിൻ്റെ കമ്മീഷനായിട്ട് പോകും. അത് സാധാരണ അതിലൊരു മാഫിയയുടെ ഒന്നും കാര്യമില്ല. പക്ഷേ ഈ ഒരു മാഫിയ ഫോർമേഷൻ മുല്ലപ്പെരിയാറിൽ ഉണ്ടാകാനുള്ള കാര്യം ഇൻവെസ്റ്റ്മെന്റ് വളരെ കുറവും ലാഭം വളരെ കൂടുതലായതുകൊണ്ട് ഈ മാഫിയാസിന് കിട്ടുന്ന ഷെയർ തന്നെ ഏതാണ്ട് 200 കോടിയിലേറെ. അത് മാഫിയ ഒരിക്കലും ആ പണം കൊണ്ടുപോയി ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യല്ല ചെയ്യുന്നത്. ആ മാഫിയ എപ്പോഴും അവരുടെ സർക്കിളിൽ, ആ നെറ്റ്വർക്കിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അത് പലരുടെയും ആരുടെയൊക്കെ കയ്യിൽ പോകുന്നുണ്ടെന്ന് എന്നുള്ളത് നമുക്ക് ഇപ്പോഴും അറിയില്ല. ഈ മുല്ലപ്പെരിയാറിന്റെ കേസിൽ 200 കോടി രൂപയാണ്. അത് 100 കോടിയോളം തമിഴ്നാട്ടിൽ കറങ്ങുന്നുണ്ട്, 100 കോടി കേരളത്തിൽ കറങ്ങുന്നുണ്ട്. നമുക്ക് ഇന്നൊന്നും അറിയില്ല അത് ആരൊക്കെ കൈപ്പറ്റിയിട്ടുണ്ട്. ആ കൈപ്പറ്റിയവരൊക്കെ ഇന്ന് ബ്ലാക്ക് മെയിൽ ചെയ്യപ്പെടുകയാണ്. അത് തന്നെയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി ഒരിക്കൽ പറഞ്ഞത്. ഈ മുല്ലപ്പെരിയാർ ഈ ഡാമിന്റെ റിലീസിന് ശേഷം മുല്ലപ്പെരിയാറിൽ ഇത് കത്തിപ്പടരുന്ന സമയത്ത് 1 ലക്ഷത്തോളം പേര് ഒരു ദിവസം ആ സമരപന്തലിലേക്ക് വരുമ്പോൾ ഇത് കൺട്രോൾ വിട്ടു പോകുന്നു എന്ന് കണ്ടുന്ന ഒരു അവസരത്തിൽ കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയ ഒരു മൂവ്മെന്റ് ആയിട്ട് മാറുന്ന ഒരു അവസ്ഥയാണ്. എല്ലാവരും ഒരു തീർത്ഥാടന കേന്ദ്രമായി കണ്ടുകൊണ്ട് അവിടേക്ക് വരുന്ന ഒരവസ്ഥ. നമ്മൾ എറണാകുളത്തൊക്കെ ഒരുപാട് ഈ ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന റാലികൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതുപോലെ ആയിരുന്നില്ല. അവിടെ വന്നത് മനസ്സ് തുറന്ന് സ്വന്തം ഇഷ്ടത്തിൽ വന്ന ജനങ്ങളാണ്. ആരും ഡെയിലി വേജസ് കൊണ്ടുവന്നതല്ല അവരെ ആരും. അപ്പോൾ ആ ഒരു അവസരത്തിൽ ഒരു സുപ്രഭാതത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി പറയുകയാണ്, ഞങ്ങൾ ആ ലിസ്റ്റ് പുറത്തു വിടാൻ പോവുകയാണ് എന്ന് പറഞ്ഞതോടുകൂടി ഇതിൽ നിന്ന് ഓരോരുത്തർ കൊഴിഞ്ഞു പോകാൻ തുടങ്ങി. അങ്ങനെയാണ് ആ സമരം അവിടെ തണുത്തുറഞ്ഞു പോകുന്നൊരവസ്ഥയിലേക്ക്. അപ്പോൾ ഒരു ചെറിയ ഡാമായ മുല്ലപ്പെരിയാറിൽ പോലും 200 കോടി ഒഴുകുമ്പോൾ ലോകത്തിലുള്ള 47,000 ഡാമുകൾ, വലിയ ഡാമുകളുടെ അവസ്ഥ എടുത്തു നോക്കും. ഇന്ത്യയുടെ ആനുവൽ ബഡ്ജറ്റിനേക്കാളും കൂടുതൽ തുകയാണ് ഈ മാഫിയയുടെ ആനുവൽ ബഡ്ജറ്റ്. ഒരു ആവറേജ് 10 കോടി ഉറുപ്പിക ഒരു ഡാമിൽ നിന്ന് ഈ മാഫിയയുടെ കയ്യിലേക്ക് വരുന്നുണ്ടെങ്കിൽ കാര്യം അതിന് ഒരുപാട് സോഴ്സുകളുണ്ട്. ഇപ്പോൾ തന്നെ കേരളത്തിലെ പല പോഞ്ഞുകൊണ്ടിരിക്കുന്ന പല അഴിമതി കേസുകളും ജലസേചനവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇപ്പോൾ അവിടെ പവർ ജനറേഷനിലൊക്കെ വരുമ്പോഴത്തേക്ക് ജനറേറ്റേഴ്സ് വാങ്ങുന്ന കാര്യം അതൊക്കെ ഒരു ഇന്റർനാഷണൽ പ്രോഡക്ട്സ് ആണ് വരുന്നത്. അപ്പൊ അതിന്റെ പിന്നിലെല്ലാം വരുന്നുണ്ട്. അപ്പൊ 10 കോടിയെങ്കിലും ഇതിലേക്ക് മാറ്റിവെച്ചാൽ പോലും 47,000 4,70,000 കോടി ഉറുപ്പിക ഇന്ത്യയുടെ ആനുവൽ ബഡ്ജറ്റിനേക്കാളും കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഒരു മാഫിയ ഉണ്ട് എന്നുള്ള സത്യവും മനസ്സിലാക്കുമ്പോൾ അവർക്കെതിരെ നമുക്ക് ഒരിക്കലും ഡയറക്റ്റ് പോയിട്ട് ഫൈറ്റ് ചെയ്യാനൊന്നും ഒരിക്കലും പറ്റില്ല. അവരൊന്നും കാര്യം ഏത് ഒരു വ്യക്തിയെ ബന്ധിച്ചിട്ടല്ല ഇത് നിൽക്കുന്നത്, ഒരു പ്രസ്ഥാനമായി മാറിയ ഒരു കാര്യമാണ്. അപ്പോൾ അവിടെയാണ് ഒരു കലാസൃഷ്ടിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, എങ്ങനെ ചലനം സൃഷ്ടിക്കാൻ സാധിക്കും
എന്നുള്ളൊരു ശ്രമം നടത്തി. ഒരു എളിയ ശ്രമമായിരുന്നു അത്. പക്ഷേ ഒരുപാട് ഇന്നിപ്പോൾ സിനിമ തമിഴ്നാട്ടിൽ നിരോധിച്ചിട്ടുണ്ട്. ഈ മാഫിയയുടെ നിർബന്ധത്തിന് മുന്നിൽ കേരളത്തിലും ഈ സിനിമ നിരോധിക്കപ്പെട്ടിരിക്കുകയാണ്. അതും ഇവിടെ ഇരിക്കുന്ന ആർക്കും അറിയില്ല. ഇത് ഇന്ത്യയിൽ പോലും ഒരാഴ്ചയെ ഓടിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചുള്ളൂ. അപ്പോഴേക്കും സെക്കൻഡ് വീക്ക് ഞങ്ങൾക്ക് ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇത് ബ്ലോക്ക് ചെയ്യപ്പെടുകയായിരുന്നു. കേരളത്തിൽ സെക്കൻഡ് വീക്കായപ്പോൾ തന്നെ ഇത് കാണിച്ച എല്ലാ തിയേറ്റേഴ്സിനും നോട്ടീസ് എത്തി, ഇവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ്റെ. ഇത് കാണിച്ച് ഇത് കളക്ട് ചെയ്ത തുക അവർക്ക് ഫൈനായിട്ട് നൽകണം. അപ്പൊ അത്ര ശക്തമായ ഒരു നീക്കമായിരുന്നു. ഇതിന്റെ ഒരു പോസ്റ്റർ പോലും ഒട്ടിക്കാൻ ഇവിടെ സമ്മതിച്ചില്ല. അത്രയും കേരളത്തിന്റെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് കാണേണ്ട ഒരു ചിത്രം. അപ്പോൾ അതാണ്, അത്ര ശക്തമാണ് ഈ മാഫിയയുടെ പ്രവർത്തനം. എങ്കിൽ പോലും ഇന്ന് ഈ സമരം ഇത്തിരി ശാന്തമായി എങ്കിൽ തന്നെ മലയാളികൾ ഇതിൽ നിന്ന് എന്ത് പഠിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുവരെ ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് വരെ നമ്മൾക്കൊരു ചിന്തയുണ്ടായിരുന്നു, കേരളം ഒന്നിനും കൊള്ളാത്തൊരു സ്ഥലമാണ്. ഇൻവെസ്റ്റേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനും കൊള്ളാത്ത സ്ഥലം. നിങ്ങൾ ഒരിക്കൽ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്തത്, നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ നേരെ പോകും, നമ്മൾ ബോർഡർ കടന്നു പോയി അവിടെ ഇൻവെസ്റ്റ് ചെയ്യും. അതിനൊരു തീരുമാനമായി. ഇന്ന് നിങ്ങളുടെ കയ്യിൽ പണമുണ്ട്, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 തവണ ആലോചിക്കും, നമ്മളുടെ സ്ഥലത്ത് തന്നെ വേണോ അതോ നാളെ നമ്മളെ ആട്ടി പുറത്താക്കാൻ ശ്രമിക്കുന്ന അന്യന്റെ സ്ഥലത്ത് വേണോ എന്നുള്ളത്. നേരത്തെ മലയാളിക്കൊരു ചിന്തയുണ്ടായിരുന്നു, നമ്മളുടെ കുട്ടികളെ പഠിക്കാൻ അയക്കുന്നുവെങ്കിൽ അത് കേരളത്തിൽ വേണ്ട. കേരളത്തിൽ ഒരുപാട് സെൽഫ് ഫിനാൻസ് കോളേജുകളുണ്ട്, ഒരുപാട് പരിമിതികളുള്ള കോളേജാണ്. ഇവിടെ വേണ്ട, പുറത്ത് അയച്ച് പഠിപ്പിക്കണം. പക്ഷേ ഈ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് നമ്മളുടെ കുട്ടികൾ അവിടെ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ കാണുമ്പോൾ ഇനിയൊരു കുട്ടിയെ ആ വീട്ടിൽ നിന്നും അല്ലെങ്കിൽ ഇത് അറിഞ്ഞ വ്യക്തികൾ അവരുടെ കുട്ടികളെ ഇനി അവിടേക്ക് അയക്കുമോ എന്ന് 2 തവണ ആലോചിക്കും. അതിനൊരു തീരുമാനമായി. ഇതിനു മുമ്പ് നമുക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു, കേരളത്തിൽ എന്ത് വെറുതെ ഭൂമിയിൽ ഇട്ട് കഴിഞ്ഞാലും വളർന്നു വരുന്ന മണ്ണ്, ഇത്രയും വളർപ്പുള്ള ഒരു മണ്ണ്. നിങ്ങൾ ഇസ്രയേലിലൊക്കെ ചെല്ലണം, അവിടെ വെറും മരുഭൂമി പാറക്കല്ല് പോലുള്ള സ്ഥലത്താണ് അവരും സയന്റിഫിക്കായിട്ട് ഏറ്റവും നല്ല കൃഷി നടത്തി എക്സ്പോർട്ടിങ് വരെ നടത്തുന്ന സ്ഥലമാണ്. അവിടെ എന്ത് നിലത്തിട്ടാലും വളർന്നു വരുന്നത്. നമ്മളിവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ പണം ചിലവാക്കുന്നത് കൃഷി ചെയ്യുവാൻ വേണ്ടിയല്ല, നമ്മുടെ പറമ്പിലെ സ്വയം വളർന്നു വരുന്ന കാടുകൾ വെട്ടി ക്ലീൻ ചെയ്യുവാൻ വേണ്ടിയാണ് നമ്മൾ പണം ചിലവാക്കാറുണ്ട്. അവിടെ നമുക്ക് വേണ്ട ആവശ്യം കൺസ്ട്രക്റ്റീവായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാതെ, ഈവൻ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ആ മണ്ണിൽ നിന്ന് ഉത്പാദിപ്പിക്കാവുന്ന, വെറുതെ നനയ്ക്കുക പോലും ചെയ്യാതെ കിളിച്ചു വരാവുന്ന പച്ചക്കറികൾ നമ്മൾ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്തിരുന്നത് ഈ പുറത്തുള്ളവരെയായിരുന്നു. പക്ഷേ ഈ ഒരു ഇഷ്യൂയോട് കൂടി നമ്മളത് പുനർചിന്തിച്ചു തുടങ്ങി. നമ്മൾ ഓൾട്ടർനേറ്റ് സോഴ്സ് കണ്ടെത്തി തുടങ്ങി. നമ്മളുടെ പറമ്പിൽ പലരും ഇന്ന് കൃഷി ചെയ്ത് തുടങ്ങിയത് എനിക്കറിയാം. എൻ്റെ വീട്ടിൽ പോലും ഞാൻ ആദ്യമായിട്ടൊരു കൃഷിത്തോട്ടം ചെയ്യുന്നത് ഈയിടെയാണ്. അപ്പോൾ അങ്ങനെ സമൂഹത്തിൽ ചില ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചു എന്നതുകൊണ്ട് തന്നെ ഈ സിനിമ സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് ഇന്ത്യയിൽ ഒരുപാട് ബാധ്യതയുണ്ടായി. 15 കോടിയോളം രൂപയാണ് ഞങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്ത ഇതിൽ ഉണ്ടായ ലോസ്. ഈ ഒരു സാമൂഹികമായിട്ടുള്ള ഒരു പ്രതിബദ്ധതയുടെ പേരിൽ ഇങ്ങനെയുള്ള ചലനങ്ങൾ സൃഷ്ടിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ ഞാൻ എന്ത് ലക്ഷ്യമിട്ടോ അത് നേടിയെന്നും അതുതന്നെയാണ് ഈ ഒരു പ്രോജക്റ്റിലൂടെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമെന്നും ഞാൻ കരുതുകയാണ്. അടുത്ത പ്രോജക്റ്റിലേക്ക് ഞങ്ങൾ നീങ്ങി. അതും സെക്കൻഡ് പ്രോജക്റ്റും കഴിഞ്ഞു. അതും ഒരു ഇൻഫർമേറ്റീവായിട്ടുള്ള ഒരു പ്രോജക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു കോൺട്രവേഴ്സ്യൽ പ്രോജക്റ്റാണ്. ഞങ്ങൾ പ്രൊഡക്ഷനാണ്, ഞാൻ പ്രോജക്ട് ഡിസൈനറാണ്. അത് സെയിന്റ് ഡ്രാക്കുള എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റാണ്. അതിലൂടെ ഞങ്ങൾ പറയാൻ ശ്രമിക്കുന്നത്, നമ്മളുടെ എല്ലാം മനസ്സിൽ ഡ്രാക്കുള എന്ന് പറയുന്ന വ്യക്തി എപ്പോഴും ഒരു വാമ്പയറായിട്ട് കാണുന്നൊരു വ്യക്തിയാണ്. പക്ഷെ നമ്മൾ എത്ര പേർക്ക് ഈ ഡ്രാക്കുളയുടെ ശരിയായ മുഖം അറിയാമെന്നറിയില്ല. നമ്മൾ വായിച്ചു തെറ്റിയവരാണ് ഡ്രാക്കുളയെ കുറിച്ച്. ഡ്രാക്കുള എന്ന് പറയുന്ന ഒരു വ്യക്തി ചരിത്രത്തിന്റെ ഭാഗമാണ്. കുരിശുയുദ്ധം എന്ന് നമ്മൾ കേട്ടിട്ടുള്ള കുരിശുയുദ്ധം നയിച്ച വ്യക്തിയാണ്. ഇദ്ദേഹം സഭയ്ക്ക് വേണ്ടി നിലകൊണ്ട ഒരു വ്യക്തിയായിരുന്നു. നിങ്ങൾ റുമാനിയ എന്ന് പറയുന്ന രാജ്യത്ത് ചെന്നു കഴിഞ്ഞാൽ അവിടുത്തെ നാഷണൽ ഹീറോ ആണ് ഡ്രാക്കുള. അവിടുത്തെ ഓർത്തഡോക്സ് സഭയിലെ ഒരു സെയിന്റ് ആണ് ഡ്രാക്കുള. ഇത് എത്ര പേർക്കറിയാം? നമ്മളുടെ ഇവിടെയിൽ എത്രയോ വായിച്ച് വളർന്നവരുണ്ട്. അവരെല്ലാം ഡ്രാക്കുളയെ കാണുന്നത് ബ്രാം സ്റ്റോക്ക് എന്ന് പറഞ്ഞ എഴുത്തുകാരൻ ഡ്രാക്കുളയ്ക്ക് ഇവിടുത്തെ ഒരു വാമ്പയർ ഇമേജാണ്.
ഈ ഒരു ചിത്രത്തിലൂടെ ഞങ്ങൾ വടക്കൻ വീരഗാഥയിൽ MD ചന്തുവിനൊരു ശാപമോക്ഷം കൊടുത്തതുപോലെ സിനിമ ഹൊററാണ്. ക്ലൈമാക്സിൽ ഒരുപക്ഷെ ഡ്രാക്കുള മരിക്കുന്ന നിമിഷം നിങ്ങളുടെ കണ്ണുകൾ ഇറണിയുന്നുണ്ടെങ്കിൽ ഡ്രാക്കുളയുടെ ഇമേജ് മാറ്റാനുള്ള ശ്രമത്തിൽ വിജയിച്ചു എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് ഒരുപാട് കോൺട്രവേഴ്ഷ്യസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കാര്യം അതിന്റെ ഒരു കഥാതന്തു അങ്ങനെയാണ്. പക്ഷേ ഈ ഒരു കഥ കാൻ ഫിലിം ഫെസ്റ്റിവൽ വെച്ചിട്ട് രൂപേഷ് പോൾ എന്നോട് പറയുമ്പോൾ എനിക്ക് എന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത്, ഞാൻ പോലും വിചാരിച്ചത്, ഞാൻ ഒരുപാട് വായിക്കുന്ന വ്യക്തിയെന്ന് ഞാൻ വിചാരിച്ചതെന്ന് ഞാൻ പോലും അതുവരെ രൂപേഷ് പോൾ ഇത് പറയുന്നത് വരെയും ഞാൻ ഡ്രാക്കുളയെ കണ്ടിരുന്നത് മറ്റൊരു രീതിയിലായിരുന്നു. പക്ഷേ എന്നിൽ പോലും ഒരു തെറ്റായ ധാരണ ഉണ്ടാക്കിയ അതിനെ ചരിത്രത്തിന്റെ ആ സത്യം കൊണ്ടുവരിക എന്നുള്ളൊരു ശ്രമം, അത് ഈ ചിത്രത്തിലൂടെ രൂപേഷ് പോൾ പറയാൻ ശ്രമിക്കുന്നു എന്ന് കണ്ടപ്പോഴാണ് ഞാൻ ആ ഒരു പ്രോജക്റ്റ് ഏറ്റെടുത്തത്. അത് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്ത പ്രോജക്റ്റ് ഇപ്പോൾ ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്യുന്ന പ്രോജക്റ്റ് ഇപ്പോൾ വളരെ കാലിക പ്രസക്തിയുണ്ട്. നമ്മുടെ സൊമാലിയൻ പൈറേറ്റ്സ്. ഇപ്പം നമ്മളെല്ലാവരും TV-യിൽ കാണാറുണ്ട്, ഇറ്റാലിയൻ ഷിപ്പ് ഇവിടെ വന്ന് 2 പേരെ വെടിവെച്ച് കൊന്നു എന്ന് പറയുന്നത്. പക്ഷേ ഇതിന്റെ ശരിയായ അർത്ഥത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ട് അവിടെ ആ കൊലപാതകം നടന്നു എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ആ ഒരു ഷിപ്പിൽ 6ഓളം പട്ടാളക്കാർ തോക്കുമായി കാവലിരുന്നു? എന്തുകൊണ്ട് അവരുടെ ഫിഷിംഗ് ട്രോളറിന് മേൽ വെടിയുണ്ടകൾ ചൊരിഞ്ഞു? ആ ആംഗിൾ നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കലും ഒരു ഷിപ്പിലും ഒരു തോക്ക് കൊണ്ടുപോകുവാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. അത് അംഗീകരിച്ചിരുന്നില്ല ഒരു കമേഴ്ഷ്യൽ ഷിപ്പ്. ഇന്നത്തെ അവസ്ഥ അതല്ല. എന്തുകൊണ്ടാണ് ഇന്ന് കപ്പൽ ചാനലുകളിലൂടെ അകലെക്കൂടെ പോകേണ്ട കപ്പലുകൾക്ക് ഇന്ത്യൻ കോസ്റ്റിലൂടെ ഇത്ര ചേർന്ന് പോകുന്നത് എന്തുകൊണ്ടാണെന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ട്? ഇന്ത്യയുടെ 12 നോട്ടിക്കൽ മൈലിനപ്പുറമുള്ള ഏരിയ ഇന്ന് വാർ സോണായിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. സൊമാലിയൻ പൈറേറ്റ്സിന് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ മൂലം ഇൻഷുറൻസ് കമ്പനീസ് ഒന്നും അതിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നില്ല. ഇൻഷുറൻസ് ഇല്ലാതെ ലോകത്തിലെ കപ്പൽ മൂവ്മെന്റ്സ് ഒന്നും നടക്കില്ല. ഇന്ന് ലോകത്തിലുണ്ടാകുന്ന 90% കാർഗോ മൂവ്മെന്റ്സ് നടക്കുന്നത് കടലിലൂടെയാണ്. അപ്പോൾ ഈ സൊമാലിയൻ പൈറേറ്റ്സ് ഉണ്ടാക്കുന്ന ഈ ഒരു പ്രോബ്ലം, ആക്ച്വലി ഇത് ഉണ്ടാക്കുന്ന നഷ്ടങ്ങൾ, ഇത് അവസാനം ബെയർ ചെയ്ത് ഒരിക്കലും ഷിപ്പ് ഓണേഴ്സ് അല്ല, ഞാനും നിങ്ങളും അടങ്ങുന്ന സാധാരണ സമൂഹമാണ് ഈ സൊമാലിയൻ പൈറേറ്റ്സ് ഉണ്ടാക്കുന്ന ഓരോ ഉറുപ്പിയുടെ നഷ്ടവും അവസാനം വഹിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ഏത് മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാലും അതിന്റെ ഏതെങ്കിലും റോ മെറ്റീരിയലോ അല്ലെങ്കിൽ അത് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളോ ഏതെങ്കിലും ഒന്ന് കടൽ കടന്ന് വരുന്നതാണ്. അപ്പോൾ അവിടെ ഇതുപോലുള്ള സൊമാലിയൻ പൈറേറ്റ്സ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ മൂലം ഉണ്ടാകുന്ന ഇൻഷുറൻസിന്റെ ഇഷ്യൂസ്, ഭയങ്കര ഹൈ പ്രീമിയം കൊടുക്കേണ്ടി വരും. വാർ സോണിലൂടെ പോകുന്ന ഒരു കപ്പലിന്റെ ഇൻഷുറൻസ് അതിഭീമമാണ്. അപ്പോൾ അത്രയും ഇൻഷുറൻസ് കൂടുമ്പോൾ ആ ഒരു നഷ്ടം അവർ ഫ്രൈറ്റ് റേറ്റിൽ കൂടുന്നു. അത് അവസാനം സാധാരണ കമ്മോഡിറ്റിയിലും ബോട്ടുകളിൽ പോകുന്ന സ്ഥലങ്ങളിലും എല്ലാം ഈ അപകടങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിന്റെ റൂട്ട് കോസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് സൊമാലിയൻ പൈറേസിയിൽ നിന്ന് തുടങ്ങുന്ന ഒരു പ്രശ്നമാണ്. ദാരിദ്ര്യത്തിന്റെ അങ്ങേ എൻഡിൽ നിൽക്കുന്ന ഒരു രാജ്യം, അത് അവരെ കൈപിടിച്ച് ഉയർത്തുവാൻ വേണ്ടി ലോക പോലീസിനോ നമ്മൾക്ക് ആർക്കോ കഴിയാതെ വരുന്ന ഒരു അവസരത്തിൽ ജീവിക്കുവാൻ വേണ്ടി കടൽ കൊള്ളക്കാരായി മാറിയ സമൂഹം, അതിന് പിന്നിൽ അവിടെ ഒരു മാഫിയുണ്ട്. ഈ മില്യൺസ് കപ്പൽ ഉടമകളിൽ നിന്ന് വാങ്ങുന്ന തുകയുടെ വളരെ ചെറിയൊരു തുകയാണ് അത് ഇത്രയും റിസ്ക് എടുത്ത് പോയി ഹൈജാക്ക് ചെയ്ത് വരുന്ന ഈ സൊമാലിയൻസിന് കിട്ടുന്നത്. ഇതിന്റെ പിന്നിൽ പിടിക്കുന്ന മാഫിയുടെയൊക്കെ ഓഫീസുകൾ മറ്റു രാജ്യങ്ങളിലാണ്. അപ്പോൾ ഇതെല്ലാം ഇതിന്റെ ശരിയായ വശം, അതർ സൈഡ് ഓഫ് ദ കോയിൻ എന്നുള്ള രീതിയിൽ കണ്ടുകൊണ്ടാണ് സൊമാലിയൻ പൈറേറ്റ്സിനെ കുറിച്ച് ഞങ്ങൾ അടുത്തൊരു ചിത്രം നിർമ്മിക്കാൻ ശ്രമിക്കുന്നത്. അത് ഇതുപോലെ സമൂഹത്തിൽ ചലനം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് എന്നിലെ കലാകാരനുള്ള ഒരു അംഗീകാരമായിട്ട് ഞാൻ കരുതുന്നതാണ്. എങ്കിലും ഈ കഴിഞ്ഞ ചിത്രത്തിൽ അത് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാകും. അത് നിങ്ങൾ കാണുക എന്ന് പറയുന്നത് തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു ചിത്രമാണ്. അത് ഒരിക്കലും ഒരു DVD ഇട്ട് കാണേണ്ട ചിത്രമല്ല. പക്ഷെ ഇപ്പോഴുള്ള ഈ ഒരു പ്രസന്റ് ഇഷ്യൂകൾ മൂലം അതൊരിക്കലും ഇനി തിയേറ്ററിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. എങ്കിലും നിങ്ങളൊരു DVD എടുത്ത് കാണുമ്പോൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ സമയമാണ്. ആ സമയത്തിലൂടെ എവിടെയെങ്കിലും നിങ്ങൾക്ക് അതൊരു ചലനം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ എനിക്ക് തരുന്ന ഒരു അംഗീകാരമായിട്ടും എനിക്ക് കിട്ടുന്ന ഒരു അംഗീകാരമായി തന്നെ ഞാൻ കരുതുന്നതാണ്.
ഈ ചിത്രത്തിലൂടെ നിങ്ങൾ കാണിച്ച സ്നേഹത്തിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു വേദി ഒരുക്കിയതിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.